DCC അംഗമായി തെരഞ്ഞെടുത്തതോടുകൂടി ഒരു ഭരണത്തിന്റെ അഹങ്കാരത്തിലാണ് അവരിപ്പോ ഉള്ളത്. യഥാർത്ഥത്തിൽ ഒരു പ്രകോപനമില്ലല്ലോ. സെനറ്റ് ഇലക്ഷൻ SFI വിജയിച്ചു. വിജയിച്ചവരെ സ്വീകരിച്ചുകൊണ്ടുള്ള പ്രകടനം നടത്തുന്നതിനിടയിൽ SFI പ്രവർത്തകന്മാരെ ആക്രമിക്കേണ്ട കാര്യം എന്താ? നാമമാത്രമായ KSU പ്രവർത്തകന്മാരെ പോലീസിന് നീക്കം ചെയ്യാവുന്നതേ ഉള്ളൂ. അവര് കല്ലെറിയുന്നവരെ സംരക്ഷിക്കുന്ന പോലീസ്. ഇതാണോ ചെന്നിത്തലയുടെ പോലീസ്? ഇത് ഒരു ന്യായവുമില്ലാത്ത ഒരു കാര്യമാണ്. SFI പ്രവർത്തകന്മാരെ ഏകപക്ഷീയമായി KSUവിന്റെ ക്രിമിനൽ സംഘവും ഒപ്പം പോലീസും ചേർന്ന് വേട്ടയാടുകയാണ്. SFIയുടെ സംസ്ഥാന സെക്രട്ടറി സഞ്ജീവിനെയും സംസ്ഥാന പ്രസിഡന്റ് ശിവപ്രസാദിനെയും ഉൾപ്പെടെ ഇവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ SFI പ്രവർത്തകന്മാരെയുമാണ് പോലീസ് തല്ലിയത്. KSCക്കാർ കല്ലെറിഞ്ഞത്. ആരും അക്രമത്തിന് മുതിരാൻ പാടില്ല. ഞാനിപ്പോ വന്ന ഉടനെ പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞത്, നിങ്ങള് SFIയുടെ നേതാക്കളെ മർദ്ദിച്ച പോലീസുകാരനെ അതിൽ നിന്ന് മാറ്റുക. അദ്ദേഹം ഇപ്പൊ സമ്മതിച്ചിട്ടുണ്ട്. അങ്ങനെയല്ലേ ഒരു മര്യാദ? ഇതൊരു ജനാധിപത്യ സമൂഹമല്ലേ? SFI തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു. അവര് വിജയിച്ചവരെ മാലയണിയിച്ചുകൊണ്ട് പ്രകടനം നടത്തുന്നു. അവർക്കും പ്രകടനം നടത്താനുള്ള അവകാശമുണ്ട്. അതൊന്നും തടയുന്നില്ല. പക്ഷെ അതിന് ധീരജിനെ കൊലപ്പെടുത്തിയ കൊലയാളിയെ DCC അംഗമാക്കി മാറ്റുകയും ഭരണം കിട്ടിയതിന്റെ അഹങ്കാരവും ഉപയോഗിച്ചുകൊണ്ടാണ് ഈ അക്രമമെങ്കിൽ അടിയന്തരാവസ്ഥയുടെ കാലഘട്ടത്തിൽ കണ്ണൂരിലെ DCC പ്രസിഡന്റ് അന്നത്തെ പോലീസ് ജില്ലാ മേധാവിയുടെ കാറിലിരുന്ന് അക്രമത്തിന് ആഹ്വാനം ചെയ്ത രീതിയിലേക്ക് പോലീസിനെ കാക്കിധാരികളെ കതർധാരികൾ നയിക്കാൻ പാടില്ല. ഈ അക്രമം ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. അവിടെ പാവപ്പെട്ട പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർ അവർ 1965 മുതൽ താമസിക്കുന്ന വീട് ബുൾഡോസർ ഉപയോഗിച്ച് തകർക്കാൻ ഉത്തരേന്ത്യയിലെ BJP സർക്കാരിനെ പോലെ കർണാടകയിലെ കോൺഗ്രസ് സർക്കാരിനെ പോലെ പോലീസിനെയല്ലേ അയച്ചത്? ഞങ്ങൾ ഇന്നലെ പോയപ്പോ പ്രായം ഒട്ടേറെയുള്ള സ്ത്രീകളെ അടക്കം തലതല്ലി പൊട്ടിച്ചില്ലേ പോലീസുകാർ? ഭരണം മാറി 3-ാം നാളിലല്ലേ ഈ അക്രമങ്ങൾ? അല്ല, ഈ സാഹചര്യത്തിൽ വിവേകമുള്ള പോലീസ് ചെയ്യേണ്ടത്, അതെ, പോലീസുകാരോ ചെയ്യേണ്ടത്, അക്രമത്തിന് നേതൃത്വം കൊടുത്ത പോലീസുകാർ ഇതിലുണ്ട്. അവരെ അവിടുന്ന് മാറ്റുക. അവരെ മാറ്റിയ പ്രശ്നം തീരും. ഒന്നത്. 2 കല്ലെറിഞ്ഞ KSU പ്രവർത്തകന്മാരെ അവിടുന്ന് മാറ്റുക. ഇത് രണ്ടും ചേർന്ന പ്രശ്നം തീരും. ഞങ്ങളൊരു അക്രമം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണല്ലോ ഇവിടെ SFIയുടെ പ്രവർത്തകന്മാർ ഇവിടെ ഉണ്ടെന്നറിഞ്ഞ് പോലീസും വിദ്യാർത്ഥികളും തമ്മിൽ അക്രമം അങ്ങോട്ടും ഇങ്ങോട്ടും സംഘർഷം ഉണ്ടാവണ്ട എന്നതുകൊണ്ട് ഞങ്ങൾ വന്നത്. റഹീം നേരത്തെ ഇവിടെയുണ്ട്. റഹീമും ഞങ്ങളെല്ലാം ഇവിടെ വന്നത് ഇവിടെ ഒരു സമാധാനം ഉണ്ടാകണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണല്ലോ. ആ സമാധാനം ഉണ്ടാക്കാനുള്ള ആഗ്രഹത്തെ തടസ്സപ്പെടുത്തരുത് പോലീസ്. വിവേകമുള്ള പോലീസുകാരുണ്ടാവും. ഈ സംഘർഷം ഒഴിവാക്കണമെങ്കിൽ അക്രമം നടത്തുന്നവരെ ഇതിൽ നിന്ന് ഒഴിവാക്കണം. അതെ, മാധ്യമപ്രവർത്തകരെ വേട്ടയാടുന്ന ശീലം SFIക്കില്ല, CPMനില്ല, ഇടതുപക്ഷത്തിനില്ല. അതാരാണോ അക്രമം കാട്ടിയത് അവരെയാണ് നേരിടേണ്ടത്. അല്ല, അത് പ്രകടനമായിട്ട് പോകും. അത്ര തന്നെ. അല്ല, പോലീസുകാര് ഇവിടുന്ന് മാറുക എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ? ഒരു പ്രകടനമായിട്ട് വരികയാണ്. ആ പ്രകടനത്തെ മറ്റൊരു സംഘടനയുടെ ക്രിമിനൽ സംഘം കല്ലെടുത്തെറിഞ്ഞ് അക്രമം നടത്തിയും തടഞ്ഞും ജനാധിപത്യപരമായ രീതിയിൽ പ്രകടനം നടത്താനുള്ള അവകാശത്തെ നിഷേധിക്കാൻ പാടില്ലല്ലോ. പോലീസ് ഇപ്പോൾ അവരോട് പറഞ്ഞിട്ടുണ്ട്, വിദ്യാർത്ഥി നേതാക്കളെ ആക്രമിച്ച ആളുകൾ പോലീസ് സേനയിലുണ്ട് ചിലര്. അവരെ അവിടെ നിന്ന് ഒഴിവാക്കണം. അതിപ്പോ അവരെ മാറ്റാമെന്ന് പറഞ്ഞിട്ടുണ്ട്.